നമസ്കാരം. ഇത് നേരത്തെ പബ്ലിഷ് ചെയ്ത വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. പാർട്ട് 1ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്നൊന്നില്ല. അതൊരു ഓൺഗോയിങ് പ്രോസസ്സിംഗ് ആണ്. എല്ലാവർക്കും മെയിൻ്റനൻസ് ആവശ്യമാണ്. എല്ലാ ദിവസവും വേണം. എല്ലാ ദിവസവും നമ്മൾ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ അവർ പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഏത് പ്രതിസന്ധി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് മേഖലയിലുള്ള പ്രതിസന്ധിയാണെങ്കിലും നമുക്കെതിരെ ഒരു ഊർജം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രതിസന്ധിക്കെതിരായിട്ട് നമ്മളിലും ഒരു ഊർജം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഡിഫൻസ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും അതിനെതിരെ, ആ പ്രശ്നത്തിനെതിരെ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ട് അതിനെതിരെ ഒരു ഊർജം ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെ അനുകൂലിക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ മനസ്സിനെയും മാക്സിമം ഏത് തരത്തിൽ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നമുക്കതിനെ സഹായിക്കാം. എന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾക്കെതിരെ ഒരു കുറ്റപത്രം വിധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾക്കെതിരെ ഒരു കുറ്റപത്രം ഒരിക്കലും വിധിക്കരുത്. ഇനി ഒരു പക്ഷേ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾക്കെതിരെ ഒരു കുറ്റപത്രം വിധിച്ചു വെക്കരുത്. അത് നമ്മളെ തീർത്തും വീക്കാക്കും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് വീക്കാക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് കുറ്റബോധം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഫിസിക്കൽ പ്രോബ്ലം വന്നു, ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു. അവിടെ മനസ്സ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സ് എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു, അതാണ് ഏറ്റവും പ്രധാനം. എന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഒരു വലിയൊരു ഒരു 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 എനർജിയാണത്. അതേസമയം ഈ സമയത്ത് നമ്മുടെ മനസ്സ് നമുക്കെതിരെ തിരിയുകയാണ്. നമുക്കെതിരെ ഒരു ഊർജ്ജം നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിനകത്ത് ഇങ്ങനെ മനസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് കുറ്റബോധമായിട്ട്, അല്ലെങ്കിൽ നഷ്ടബോധമായിട്ട്, അല്ലെങ്കിൽ നിരാശയായിട്ട്, അല്ലെങ്കിൽ ഉത്കണ്ഠയായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് നമ്മളെ മാത്രം നെഗറ്റീവായിട്ട് കണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടല്ലോ. ഇതൊക്കെ തന്നെ നമ്മളെ തളർത്തിക്കളയുന്ന ഊർജങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും, ഞാൻ അതിനെ അതിജീവിക്കും, ഞാൻ എല്ലാ സഹായവും ചെയ്യും എന്ന് വേണം നമ്മുടെ ഇന്നർ മൈൻഡ് നമ്മളോട് തന്നെ പറയാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും നമുക്കെതിരെ ഒരു കുറ്റപത്രം വിധിച്ചു വെക്കരുത്. അത് മാനസികമായിട്ട് നമ്മളെ തളർത്തിക്കളയുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഇനി നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിസന്ധി വന്നെങ്കിൽ ഫ്യൂച്ചറിൽ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു പാഠമാക്കി മാറ്റും. അതിനെ ഒരു പാഠമാക്കി മാറ്റും. ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിക്കില്ല എന്നും തീരുമാനിക്കുക. അത് പരിഹരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ പ്രശ്നങ്ങൾ ഏത് തരത്തിലുള്ളതാണെങ്കിലും, ആരോഗ്യപരമായാലും സാമ്പത്തികപരമായാലും അതുപോലെ വ്യക്തിപരമായാലും, അത് പരിഹരിക്കാൻ അതിൻ്റെ തീവ്രത അനുസരിച്ച് സമയവും വേണം. ഇനി ഏത് രോഗമാണെങ്കിലും ശരീരം അതിനെ മാറ്റിയെടുക്കുന്നത് അതിൻ്റേതായ സമയമെടുത്തിട്ടാണ്. എന്ന് വെച്ചാൽ ഏത് പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കാൻ അതിൻ്റേതായ സമയമെടുക്കും എന്ന ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യണം. അത് മനസ്സിനെ ശക്തിപ്പെടുത്തും. ഇനി ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണെങ്കിലും അവിടെ ഒരു ഊർജം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഊർജത്തെ നമുക്ക് ഏത് വഴിക്കും തിരിച്ചുവിടാം. പോസിറ്റീവായിട്ട് വേണമെങ്കിലും തിരിച്ചുവിടാം, നെഗറ്റീവായിട്ട് വേണമെങ്കിലും തിരിച്ചുവിടാം. ഏത് വഴിക്കും പറ്റും. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണെങ്കിലും അതിനെ ഫേസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി ലെവൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മളിൽ ഉടനെ ക്രിയേറ്റ് ചെയ്ത് വരേണ്ടത്. അല്ലാതെ അതിനെ ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി ലെവൽ ആയിരിക്കരുത്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.